بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم الله ولي الذين آمنوا. بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്താണ് ഇന്ന് വിശദീകരിച്ച് മനസ്സിലാക്കുന്നത്. നമ്മൾ സൂറത്തുൽ മുംതഹിന കഴിഞ്ഞ് ഇനി സൂറത്തുൽ ഹദീദാണ് തുടങ്ങേണ്ടത്. പക്ഷേ നമ്മുടെ ചില സഹോദരങ്ങൾ സൂറത്തുൽ മുംതഹിന കഴിഞ്ഞ് ഇനി ഹശ്ർ സൂറത്തുൽ ഹശ്റാണ് ആരംഭിക്കേണ്ടത്. പക്ഷേ അതിനിടയ്ക്ക് ഈ ആയത്തിനെ ഒന്ന് വിശദീകരിക്കാൻ ചിലർ ചോദിച്ചതനുസരിച്ചാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. ഒരു ക്ലാസ് ഈ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയെ കുറിച്ചുള്ള പരാമർശം, വസിഅ കുർസിയുഹു, അല്ലാഹുവിന്റെ കുർസിയെ കുറിച്ചുള്ളതായ പരാമർശം ഈ ആയത്തുള്ളത് കൊണ്ടാണ് അതിന് ആയത്തുൽ കുർസി എന്ന പേരുള്ളത്. ആയത്തുൽ കുർസി എന്ന് ഈ ആയത്തിന് പേര് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ധാരാളം മഹത്വങ്ങളുള്ള ഒരു വചനാണ് ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യ ആയത്തിൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചു. അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു. ഉബയ്യ്, അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബുൽ മുൻദിർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ ഏതായത്താണ് ഏറ്റവും മഹത്തരം? അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശംസിക്കുകയും പ്രശംസിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിന് വിജ്ഞാനവർദ്ധനവിന് വേണ്ടി ദുആ എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിയഹ്നിഅകൽ ഇൽമു അബൽ മുൻദിർ, എന്നാൽ അദ്ദേഹത്തിന് വിജ്ഞാനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അതേപോലെ അദ്ദേഹത്തെ പ്രശംസിക്കലും അതിലുണ്ട്. അദ്ദേഹത്തെ അബുൽ മുൻദിർ എന്ന് വിളിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി സഹീഹിൽ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ട് അതിന് കാവൽ നിർത്തി. അങ്ങനെ
പിശാച് വന്ന് 3 ദിവസം ഇതിൽ നിന്ന് മോഷണം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വിശാലമായിട്ടുള്ളൊരു ഹദീസാണ്. അപ്പോൾ 3 ദിവസം അബൂ ഹുറൈറ പിടികൂടുകയും ഈ ആഗതനായി വന്ന മനുഷ്യരൂപത്തിലാണ് പിശാച് വരുന്നത്. അങ്ങനെ ഈ ആഗതൻ തൻ്റെ ഒഴിവ് കഴിവുകളും കുടുംബ പ്രാരാബ്ദവും പറഞ്ഞിട്ട് അബൂ ഹുറൈറയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, മാ ഫഅല അസ്ഇറുകൽ ബാരിഹ, അബൂ ഹുറൈറ നിങ്ങൾ ഇന്നലെ പിടിച്ച ആ ബന്ദി എന്ത് ചെയ്തു? അപ്പോൾ പിന്നെ അബൂ ഹുറൈറ പറയും, ഇങ്ങനെ പ്രാരാബ്ദം പറഞ്ഞപ്പോൾ ഞാൻ വിടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്നും വരും നോയിക്കോ എന്ന് പറയുന്നത്. ഏതായാലും 3 ദിവസം വന്ന് അവസാനം പിശാച് തന്നെയും പറയുന്നുണ്ട് അബൂ ഹുറൈറയോട്, പിശാച് വരാതിരിക്കാൻ, രാവുകളിൽ പിശാച് വരാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ കിടപ്പറ പ്രാപിച്ചാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ നേരം പുലരുവോളം അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷകൻ ഉണ്ടായിരിക്കും എന്നാണ്. ഇതാ ആവൈത്തൽ ഇതാ ഫിറാഷിക് ഫഖ്റ ആയത്തുൽ കുർസി, നീ നിന്റെ വിരിപ്പിലേക്ക് അണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതുക. ഫഇന്നഹു ലാ യസാലു മിൻക മിനല്ലാഹി ഹാഫിദ്, ലാ യസാലു ലക മിനല്ലാഹി ഹാഫിദ്. കാരണം ആയത്തുൽ കുർസി ഓതിയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷകൻ ഒപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന്. അള്ളാഹുവിൽ നിന്നുള്ളൊരു സുരക്ഷ, സംരക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും ആയത്തുൽ കുർസി ഓതി കിടക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ ആയത്തുൽ കുർസി കിടക്കുമ്പോൾ ഓതുക എന്നുള്ളത് പിന്നെ എന്താണ്, പിന്നെ സുന്നത്താണ്. പിന്നെ പിശാച് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അബൂ ഹുറൈറയോട്, ഇങ്ങനെ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ മതി, പുലരുവോളം പിന്നെ സുരക്ഷ ഉണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സദഖൽ ഖബീസ്, നീചനായ ശൈത്താൻ സത്യം പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞത് സത്യമാണ്. സദഖക വഹുവ കെസൂബ്, അങ്ങനെയുണ്ട്. അവൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു അബൂ ഹുറൈറ, അവൻ നുണയനാണ്, വ്യാജനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആയത്തുൽ കുർസിന്റെ മഹത്താണ് അത് അറിയിക്കുന്നത്. ഇതേപോലെ എല്ലാ ഫർദ് നമസ്കാര ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ മരണം മാത്രമാണ് മറയായിട്ടുള്ളത് എന്ന്. എല്ലാ ഫർദ് നമസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് മറയായിട്ടുള്ളത് എന്താണ്? മരണമാണ്. എന്നാൽ അയാൾ മെച്ചാൽ സ്വർഗത്തിലാണെന്ന്. അപ്പോൾ അത് ആയത്തുൽ കുർസിന്റെ മഹത്താണ്. ഹദീസ് ആ വിഷയത്തിൽ സഹിയാണ്. ഇതേപോലെ ഒരു സംഭവം ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന തെളിവിനെ പറ്റിയ ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉബൈ ഇബ്നു കഅബ് പറഞ്ഞതായിട്ട്, ഉബൈ ഇബ്നു കഅബിന് ഒരു ഈത്തപ്പന പഴം ഉണക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈത്തപ്പഴം നമ്മൾ നെല്ലൊക്കെ കൊയ്തിട്ടുണ്ടെങ്കിൽ അത് കച്ചട്ടിയേക്കാനും അതേപോലെ തന്നെ പിന്നെ അതിൽ നെല്ല് പിന്നെ കൊയ്ക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതേപോലെ ഈത്തപ്പഴം പറിച്ചാൽ അത് ഉണക്കുന്ന സ്ഥലത്തിന് എന്താണ് ജിറൻ എന്ന് പറയും. അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറെ ഉബൈ ഇബ്നു കഅബ് അതിൽ ഈത്തപ്പഴം ശേഖരിക്കുമായിരുന്നു, കാരക്ക ശേഖരിക്കുമായിരുന്നു. പക്ഷെ ഉബൈ ഇബ്നു കഅബ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത്. അപ്പോൾ അതിലിങ്ങനെ കുറയുന്നത് കണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്ത് അവിടെ പാർത്ത് ആരെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പിന്നെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഒരാൾ വന്നിട്ട് ഇതിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉബൈ പിന്നെ അയാൾ വരികയാണ്, ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഉബൈ സലാം പറഞ്ഞു. അപ്പോൾ സലാം അടക്കി. അപ്പോൾ ഉബൈ പറഞ്ഞു, നാവിൽ നീ അത് കൈ തരാൻ പറഞ്ഞു. അപ്പോൾ ഉബൈ റളിയല്ലാഹു കൈ പിടിച്ചു. അപ്പോൾ ഉബൈ പറയാണ്, ഫൈദ യദു കൽബിൻ വശാറു കൽബ്. അപ്പോൾ കൈ ഒരു നായന്റെ കൈ, നായന്റെ രോമവും. അപ്പോ ഉബൈ ചോദിച്ച്, ആ ഇൻസിയൻ അം ജിന്നി, മനുഷ്യനാണോ ജിന്നാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ജിന്നാണ്. ജിന്നുകളുടെ കൂട്ടത്തിൽ എന്നേക്കാൾ മല്ലനുള്ളത് അറിയില്ല, എന്നാൽ ഞാൻ ജിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉബൈ ഇബ്നു കഅബ് ഈ ജിന്നിനോട് ചോദിക്കുന്നുണ്ട്, മല്ലദീ യുജീറുനാ മിൻകും, ജിന്നിനോട് ചോദിക്കുന്നത്. ജിന്നാണോ ചോദിച്ചു. ജിന്നാണ്. ജിന്നുകൾ എന്നേക്കാൾ മല്ലനായിട്ടുള്ള ഒരാളെ അറിയില്ല എന്ന് ജിന്ന് പറഞ്ഞു. അപ്പൊ ജിന്നിനോട് ഉബൈ ചോദിക്കുകയാണ്, മല്ലദീ യുജീറുനാ മിൻകും, നിങ്ങൾ ജിന്നുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്താണ്? ചോദിക്കുന്നത് ഉബൈ റളിയല്ലാഹു അൻഹു. ചോദിക്കപ്പെടുന്നത് ആരാണ്?
ജിന്നാണ്. എന്താണ് നിങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചു, സംരക്ഷിക്കുക. അപ്പൊ ജിന്ന് പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കുർസി, ഈ ആയത്ത് അഥവാ ആയത്തുൽ കുർസി അതാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങളെ മനുഷ്യരെ രക്ഷപ്പെടുത്തുക, നിങ്ങൾക്ക് അഭയം നൽകുക എന്ന് പിന്നെ അത് പറഞ്ഞു എന്നാണ്. ഉബൈ റളിയല്ലാഹു തആല ഇത് കേട്ടതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖൽ ഖബീസ്, നീചനായ ഇബ്ലീസ് അല്ലെങ്കിൽ നീചനായ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവത്തിലും ആയത്തുൽ കുർസിയുടെ മഹത്വമാണ് അതറിയിക്കുന്നത്. ഈ സംഭവം ജിന്നുകളും മലക്കുകളും ഈ അഭൗതികമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കുന്നവരുടെ തലയിൽ ആ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ എന്താണുള്ളത് എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഈ ഭാഷാ കസർത്തുകളും ഭാഷാ പ്രയോഗങ്ങളും അതിനെ ശർഈയായിട്ടുള്ള പ്രയോഗങ്ങളോട് തട്ടിച്ചു നോക്കണം. ശർഈയായിട്ടുള്ളതായ തേട്ടങ്ങൾ, അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും ദലാലത്തുകൾ, അറിയിപ്പുകൾ ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് നമ്മൾ വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഇത്തരം ഹദീസുകളൊക്കെ വളരെ വ്യക്തമാണ് ഈ വിഷയങ്ങളിൽ. പിന്നെ ആളുകൾ ഓരോ ഭാഷയുടെ പ്രയോഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അൽമ ഞാണിമ കളിച്ച് ആളുകളെ ഇതിൽ സ്വിപ്പാക്കുന്നതിൽ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് അറിയുന്നതുമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസപരമായി അല്ലെങ്കിൽ അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യമാണ്. എന്നിട്ട് ഇതിനൊക്കെ ഇപ്പോൾ അഭൗതികം എന്നും അല്ലെങ്കിൽ ഈ കാര്യകാരണങ്ങൾ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറയുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഉദ്ദേശം അള്ളാഹു ആണ്. നമ്മൾ ദീനിൻ്റെ ഏതൊരു വിഷയവും അത് വിശുദ്ധ ഖുർആൻ എങ്ങനെ പറഞ്ഞു, ഹദീസുകളിൽ എങ്ങനെ വന്നു, പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ അതിനെങ്ങനെ മനസ്സിലാക്കി, അതാണ് നമുക്കുള്ള മാനദണ്ഡം. അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ മുറാദ് അനുസരിച്ച്, ഉദ്ദേശം അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണം അനുസരിച്ച്, പൂർവികരായിട്ടുള്ളവരുടെ ഫഹം അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദീനിൻ്റെ ഒരു വിഷയത്തിലും നമുക്കൊരു പ്രശ്നവും സംഭവിക്കില്ല. നമുക്ക് നമ്മുടെ അടിസ്ഥാനമുണ്ട്. അതേസമയം ഇങ്ങനെ ഈ പിൽക്കാലത്ത് ഒരാൾ ഇങ്ങനെ ഈ ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ട് ഞാനിമക്കൾ കളിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരിക്കലും ഒരു നെത്തീജയിൽ റിസൾട്ടിൽ എത്തൂല. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും പ്രാർത്ഥന നടത്തി ഇങ്ങനെ മറ്റേ ഇയാളുടെ ഡിക്ഷണറിയിൽ അങ്ങനെയാണ്, മറ്റേ ഇയാളുടെ ശബ്ദതാരാവലിയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഭാഷാപ്രയോഗം കൊണ്ട് ചെയ്യുന്നത് അവരുടെ ഈ പഴച്ചവാദങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് ഈ ദ്വായ നിശ്ചയാസയെ തളച്ചു കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് ഹദീസായിയാണ് തെളിവെടുക്കാവുന്ന ഹദീസാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസാണ്, തെളിവെടുക്കാവുന്ന ഹദീസാണ്. നമുക്ക് ഏതായാലും ഈ അഭൗതികം നടത്തുന്ന ഇങ്ങനത്തെ ഒരു വിഷയം ഇതെങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഒന്നാമതിൻ്റെ ലക്ഷ്യം എന്ത്, ഇത് ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എങ്ങനെ ശറഈന്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മാറ്റിവെച്ചതിന് ഈ വാദങ്ങൾ ഒപ്പിക്കാൻ കഴിയും, എന്ത് സ്ഥാപിക്കാനാണ്, അത് എങ്ങനെ സ്ഥാപിക്കാൻ. ഇതാണ് ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങളിൽ ഏതാനും വചനങ്ങൾ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഞാൻ നിങ്ങൾ ഈ ഭൗതികം അഭൗതികം ഞാൻ അമ്മാര് ആ ഭാഗങ്ങളിലേക്ക് നോക്കാറില്ല. നമ്മൾ വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസുകളിൽ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാരെങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ള ആ ഒരു ഇതിൽ പോവുകയല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് അഭൗതികം എന്ന് പറഞ്ഞ് ഭൗതികം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ഈ അഭൗതികം, എന്താണ് അതിൻ്റെ മാനദണ്ഡം, അത് എത്ര വരെ ആകാം, ഏതൊക്കെ അത് ആലോചിച്ചിട്ട് പിടുത്തമല്ല. തെളിവുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ടില്ല. ഇപ്പൊ ഈ വിഷയങ്ങളിൽ എത്ര ഏതൊരു മനുഷ്യനും റാഹത്താണ്. ഇസ്ലാമിക ലോകത്ത് ഈ വിഷയം കൈകാര്യം ചെയ്ത ഒരു പണ്ഡിതനും ഈ വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ.
ഉബൈ റളിയല്ലാഹു അൻഹു പിടികൂടി. അപ്പൊ കൈ കണ്ട്, അപ്പൊ പറയാണ് നായന്റെ കൈയാണ്, അതിന്മേൽ രോമം നായന്റെ രോമാണ്. പിന്നെ ചോദിക്കാൻ ജിന്നാണോ അതല്ല ഇൻസാണ്? അപ്പൊ പറയാൻ ജിന്നാണ്, എന്നേക്കാൾ നല്ലനായിട്ട് ഒരാളെ ജിന്നുകൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മനുഷ്യന്മാർ? ഉബൈ ചോദിക്കാൻ ജിന്നിനോട്. അപ്പൊ ആണെങ്കിൽ ആ ആയത്തുൽ കുർസി ഈ ആയത്താണ്, ആയത്തുൽ കുർസി ഓതിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുലർച്ചെ ചേർന്ന് പറയാൻ എങ്ങനെ സംഭവിച്ചു? അപ്പൊ റസൂലുള്ള പറയാൻ സദഖൽ ഖബീസ്, ആ നീചൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നു. ഹദീസ് സഹിഹാണ്, ഹാക്കിമിന്റെ മുസ്തദറക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, പിന്നെ കുറ്റമറ്റ ഹദീസാണ്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ സംഭവത്തിൽ നടന്നത് അത് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞൊരു സംഭവം ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കുറേ സംഭവങ്ങളുണ്ട്, ശൈത്താന്മാരുമായി ബന്ധപ്പെട്ട വിഷയം. ഈ ആയത്തുൽ കുർസി 10 ജുംലകളാണ് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇങ്ങനെ 10 ജുംലകൾ, വാക്യങ്ങളാണ് ആയത്തുൽ കുർസി. ഈ 10 വാക്യങ്ങളും മഹത്തായ വിഷയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾ വളരെ ചുരുങ്ങിയിട്ട് നമുക്ക് പറയാം, കാരണം ഇന്ന് ക്ലാസ്സിൽ തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരാചരങ്ങളുടെ ആരാധനകൾക്ക് അർഹനായവനുള്ള സുന്ദരമായ നാമമാണ് അല്ലാഹു. അതാണ് ഇസ്മുൽ ജലാല, ലഫ്ദുൽ ജലാല, മഹത്വത്തിന്റെ നാമം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. ഇലാഹ് എന്നുള്ളത് മഅ്ലൂഹ് എന്നാണ്. മഅ്ലൂഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്. കിതാബ് അറിയില്ലേ? എന്താ കിതാബ് പറഞ്ഞാൽ? മക്തൂബ്, എഴുതപ്പെട്ടത്. കിതാബ് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത്. ഇതേപോലെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നത്, മഅബൂദ്. അപ്പൊ ലാ ഇലാഹ, യാതൊരു ഇലാഹുമില്ല, മഅബൂദുമില്ല, ആരാധിക്കപ്പെടുന്നവനുമില്ല, യാതൊരു മഅലൂഹ്. ലാ ഇലാഹ, യാതൊരു ഇലാഹുമില്ല. ഇല്ലാഹു, ഇല്ല അല്ലാതെ, ഹു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, യാതൊരു ഇലാഹുമില്ല. അപ്പൊ അവിടെ ഇഷ്ടാൽ യാതൊരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ കുറെ ഇലാഹില്ലേ? ജീവിച്ചിരിക്കുന്നവർ ആരാധിക്കപ്പെടുന്നുണ്ട്, മരിച്ചവർ ആരാധിക്കപ്പെടുന്നുണ്ട്, ജിന്ന് ആരാധിക്കപ്പെടുന്നുണ്ട്, മലക്ക ആരാധിക്കപ്പെടുന്നുണ്ട്, അചേതന വസ്തുക്കൾ ആരാധിക്കപ്പെടുന്നുണ്ട്, സചേതന വസ്തുക്കൾ ആരാധിക്കപ്പെടുന്നുണ്ട്. കല്ല്, കരട്, കാഞ്ഞിര, കുറ്റി മുതൽ മുരട്, മൂർക്കമ്പാമ്പ് വരെ ധാരാളം 30 ലക്ഷം ദൈവങ്ങളുണ്ട്. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യാതൊരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഹഖ്ഖുൻ, അല്ലെങ്കിൽ ലാ ഇലാഹ ബിഹഖ്ഖിൻ, യഥാർത്ഥത്തിൽ യാതൊരു ഇലാഹുമില്ല, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് യാതൊരാളുമില്ല. വ്യാജമായിട്ട് കുറേ ഉണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ ആരാധന അറിയിക്കുന്നവനായിട്ട് എന്തില്ല, ആരുമില്ല. ആരല്ലാതെ? ഇല്ലാഹു, അല്ലാഹു അല്ലാതെ. അപ്പൊ വ്യാജമായി ആരാധിക്കപ്പെടുന്നവർ കുറേ ഉണ്ട്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ അർഹനായിട്ട് ആരേ ഉള്ളൂ? അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് ലാ ഇലാഹ ബിഹഖ്ഖിൻ, അല്ലെങ്കിൽ ലാ ഇലാഹ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് എന്ന് പണ്ഡിതന്മാര് പിന്നെ അർത്ഥം പറയുന്നത്. അപ്പൊ ലാ ഇലാഹ, യാതൊരു ഇലാഹുമില്ല, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി യാതൊരാളുമില്ല. ഇല്ലാഹു, അവനല്ലാതെ. അവൻ പറഞ്ഞാല് അള്ളാഹു, ഇല്ലാഹു. ഈ അള്ളാഹു ആരാണ്? അൽ ഹയ്യുൽ ഖയ്യൂം. അവൻ അൽ ഹയ്യാണ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിക്കും. ലഹുൽ ഹയാത്തുൽ കാമില, സമ്പൂർണമായ ജീവിതം അതായിരിക്കുള്ളൂ. അത് അള്ളാഹുവിന് അൽ ഹയ്യ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, അവന് മരണമല്ല. ലഹുൽ ഹയാത്തുൽ കാമില, സമ്പൂർണമായിട്ടുള്ള ഹയാത്ത്.
ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവൻ. അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതാർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകിൽ ഹയാത്ത് നൽകപ്പെട്ടതായിരിക്കും, അവരുടെ ഹയാത്തിന് മുൻഗണന അവർക്ക് ഇല്ലായ്മ എന്നുള്ളത് വന്നിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇനി ഈ ഹയാത്തിനപ്പുറം മൗത്തുണ്ട്, അല്ലെങ്കിൽ നാശമുണ്ട്, ഇല്ലായ്മ ഉണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഇല്ലായ്മ മുൻകടക്കാത്ത, നാശം പിന്നീട് വരാനില്ലാത്ത, ഉള്ള ഹയാത്തിന് ഒരു കുറവും ഇല്ലാത്ത വിധം അള്ളാഹു പൂർണ്ണമായ ഹയാത്ത് എന്ന വിശേഷണം ഉള്ളവനാണ്. അങ്ങനെയുള്ള ഹയ്യാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല പ്രസംഗിച്ചു, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. വമൻ കാന മിൻകും യഅബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അല്ലാഹു ഹയ്യാണ്, ലാ യമൂത്ത്, അല്ലാഹുവിന് എന്തില്ല, മരണമില്ല. അൽ ഖയ്യൂം, അല്ലാഹു ഹയ്യാണ്, അതേപോലെ ഖയ്യൂമാണ്. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമാണ്. അൽ ഖയ്യൂം, ഒന്ന് അൽ ഖായിമു ബിനഫ്സിഹി, രണ്ട് അൽ ഖായിമു അലാ ഗൈരിഹി. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കുന്നവൻ. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കുന്നവൻ. അപ്പൊ ഫലാ യഹ്താജു ഇലാ അഹദിൻ, സ്വയം നിലനിൽക്കുന്നവനായതുകൊണ്ട് യാതൊരാളിലേക്കും അവൻ എന്തല്ല, ആവശ്യക്കാരനല്ല. അവൻ പരാശ്രയമുക്തനാണ്, നിരാശ്രയനാണ്. അപ്പൊ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഖായിമു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കുന്നവൻ. അപ്പൊ വേറൊരാൾ ആവശ്യമില്ല, ഒരാളെയും ആവശ്യമില്ല. അൽ ഖയ്യൂം എന്നുള്ളത് അൽ ഖായിമു അലാ ഗൈരിഹി എന്നാണ്, മറ്റുള്ളവരെ നിലനിർത്തുന്നവൻ. അൽ ഖായിമു അലാ ഗൈരിഹി, മറ്റുള്ളവരെ നിലനിർത്തുന്നവൻ. അപ്പൊ എന്താ, മറ്റുള്ളവരൊക്കെ അള്ളാഹിനെ ആശ്രയിക്കേണ്ടതുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെയൊക്കെ ആശ്രിതനാണ് അള്ളാഹു. അതെ, മറ്റുള്ളവർക്ക് ഒക്കെ ആശ്രയിക്കേണ്ടവനാണ് അള്ളാഹു. അപ്പൊ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അതിന് സ്വയം നിലനിൽക്കുന്നവൻ. അപ്പൊ അള്ളാഹ്ക്ക് വേറൊരാൾ ആവശ്യമില്ല നിലനിൽക്കാൻ. അതേപോലെ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഖായിമു അലാ ഗൈരിഹി, മറ്റുള്ളവരെ നിലനിർത്തുന്നവൻ. അപ്പൊ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ആശ്രയിക്കണം. അതാണ് അൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഅഖുദുഹു, ലാ നാഫിയ, നിരാകരിക്കാൻ. ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല. ലാ തഅഖുദുഹു, അവനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പിടികൂടുകയില്ല. സിനത്തുൻ, സിനത്ത് എന്ന് പറഞ്ഞാൽ നുആസ്. എന്താ നുആസ്? നുആസ് എന്ന് പറഞ്ഞാൽ മയക്കം. നുആസ്. വലാ നൗം, വലാ നൗം, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. വാവ് ആത്തിഫിൻ്റെത്. ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല. സിനത്തുൻ, മയക്കവും. വനവും എന്ന് പറഞ്ഞാൽ എന്തായി? വനവും, ഉറക്കവും പിടികൂടും. പക്ഷെ ലാഭ കൊണ്ടുവന്ന് ഏറെ കൊണ്ടുവന്ന് എന്തിനാ? തൗക്കീദിന് വേണ്ടി. ഒരിക്കലും അള്ളാഹ്ക്ക് എന്തില്ല, ഉറക്കം അതും അള്ളാഹിനെ പിടികൂടില്ല, അതേപോലെ മയക്കവും പിടികൂടില്ല. അപ്പൊ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അതൊരു ജുംല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം മറ്റൊരു ജുംല. 10 വചനങ്ങൾ, 2 എണ്ണം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലഹു, അവനുള്ളതാണ്. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിൽ ഉള്ള യാതൊന്ന്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും. വാവ് ആത്തിഫിൻ്റെത്. മാ എന്നുള്ളത് രണ്ടും മൗസൂലയാണ്, അല്ലദീ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലഹു എന്നാണ്. പക്ഷെ ലഹു എന്നുള്ളതിനെ എന്ത് ചെയ്ത് മുന്തിപ്പിച്ചിട്ട് ഇതിനെ ബന്ധിപ്പിച്ച്. അപ്പൊ അവിടെ ലഹു എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള അർത്ഥം കൊണ്ട്
ഇഖ്തിസാസ്. അതേപോലെ തന്നെ മിൽക്ക് എന്നുള്ള അർത്ഥമുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിന് പ്രത്യേകം മാത്രമാണ്. ഈ രണ്ടർത്ഥവും ആര് അറിയിക്കുന്നുണ്ട്? ഈ ലാമ് അറിയിക്കുന്നുണ്ട്. ലഹു, അള്ളാഹുവിന്റെ മിൽക്കാണ്, അള്ളാഹുവിന് മാത്രമാണ്. മാ ഫിസ് സമാവാത്ത്, വാനങ്ങളിലുള്ളതെല്ലാം, വ മാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും. വാവ് ഇവിടെ അർത്ഥമില്ലത്. ഈ മാ പ്രയോഗിക്കുമ്പോൾ മായും മന്നും പ്രയോഗിക്കുമ്പോൾ മായും മന്നും മൗസൂലാണ്, അല്ലതി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലതി യാതൊന്ന് എന്നുള്ള അർത്ഥത്തിനാണ് മന്നും പ്രയോഗിക്കുക, മായും പ്രയോഗിക്കുക. പക്ഷെ മണ്ണ് പ്രയോഗിക്കൽ കൂടുതലും ആഖിലിനാണ്, മാ പ്രയോഗിക്കണം ഗൈർ ആഖിലിനാണ്. ഇപ്പൊ മനുഷ്യർക്കുള്ള ആഖിലിനാണ് മണ്ണ് പ്രയോഗിക്കുക. മൻ ഹാദാന്ന് പറയാം, മാ ഹാദാന്ന് പറയില്ല സാധാരണ. ചില സ്ഥലങ്ങളിൽ മാത്രമേ മാ പ്രയോഗിക്കുള്ളൂ. പക്ഷെ ഇവിടെ അള്ളാഹു മന്നല്ല പ്രയോഗിച്ചത്, മായാണ് പ്രയോഗിച്ചത്. എന്തുകൊണ്ട്? മായാണ് കൂടുതൽ, ഗൈറാഖിലാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട്. അപ്പൊ കൂടുതലുള്ളതിനെയാണ് പരിഗണിച്ചത്. ഇതിൽ മഞ്ഞും പെട്ട്. അപ്പോ വാനങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും, വാനങ്ങളിലുള്ളവരും ഭൂമിയുള്ളവരും ഒക്കെ ലഹു, അള്ളാഹുവിന് മിൽക്കാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിന് പ്രത്യേകമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു. മൻ ഇസ്തിഫാമാണ്, ആരാണ്. മൻ ഇസ്മുൽ ഇശാറയാണ്, ഇത് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അല്ലദീ, അത് മൗസൂലാണ്. അപ്പൊ മൻ ആരാണ്, ഇത്. അല്ലദീ എങ്ങനെയുള്ളത്, അത് ഒരു പ്രയോഗമാണ്. ആരാണുള്ളത് എന്ന അർത്ഥം കിട്ടാൻ ഉള്ള ഒരു പ്രയോഗമാണ് മൻ ദല്ലദീ. പക്ഷെ അതിൽ 3 വന്നു. അത് 3 ഒന്ന് ഇസ്തിഫാമിൻ്റെതാണ്. എന്നുള്ളത് ഇസ്മുൽ ഇശാറയാണ്, അല്ലദീ എന്നുള്ളത് ഇസ്മു മൗസൂലയാണ്. അത് 3 കൂടിയിട്ട് മൻ ദല്ലദീ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള ഉദ്ദേശം. യശ്ഫഉ ഇൻദഹു, യശ്ഫഉ ശഫഅ എന്ന് പറഞ്ഞാൽ ശഫാഅത്തിൽ നിന്നാണ്. യശ്ഫഉ അതല്ലേ, അത് ശഫാഅത്തിൽ നിന്നാണ്. ഷഫാഅത്ത് ഷഫ്ഇൽ നിന്നാണ്. ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ടാന്നർത്ഥം, വിത്തറിന്റെ നേരെ ഓപ്പോസിറ്റ്. വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ, ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ട. ഷഫാഅത്തിലുണ്ടല്ലോ, ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശയാണ്. ഒരാൾ ചോദിക്കേണ്ടതിന് പകരം 2 ആളുണ്ടാവും. ഒരാൾ ചോദിക്കുന്നതിന് പകരം വേറൊരാളും കൂടി ഉണ്ടാവും. ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ ചോദിക്കുകയാണ്. അപ്പോ 2 ആൾ ആണ് എന്തിനത്, ഒരാവശ്യം നടത്തുന്നത്, തലബ് നടത്തുന്നത്. അതുകൊണ്ടാണ് ആ തലബിന് ശഫാഅത്ത് എന്ന് പേരിട്ടത്, 2 ആള് ഉള്ളത് കൊണ്ട്. ചോദിക്കുന്നവനുണ്ട്, ആരാണോ ചോദിക്കുന്നവന്റെ ആർക്ക് വേണ്ടിയാണോ ചോദിക്കുന്നത് അയാളുണ്ട്. മറ്റുള്ളവരുടെ അടുക്കൽ ശുപാർശ പറയല്ലേ, മറ്റുള്ളവർക്ക് അടുക്കൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയണം. അപ്പൊ ഇവിടെ മൻ ദല്ലദീ ആരാണ്, യശ്ഫഉ, യശ്ഫഉ എന്ന് പറഞ്ഞാൽ ശുപാർശ പറയുക, ശഫാഅത്ത് നിർവഹിക്കുക. ഇൻദഹു, ഇൻദഹു എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ, അവന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ. ഇല്ലാ ബിഇദ്നിഹി, ഇല്ലാ ബിഇദ്നിഹി, ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്തിസ്നാണ്, അല്ലാതെ. ബിഇദ്നിഹി അവന്റെ അനുവാദം കൊണ്ടല്ലാതെ. ബിഇദ്ൻ, ഇദ്ൻ എന്ന് പറഞ്ഞാൽ അനുവാദം. ഇദ്നിഹി എന്ന് പറഞ്ഞാൽ അവന്റെ അനുവാദം, അള്ളാഹുവിന്റെ അനുവാദം. ബിഇദ്നിഹി അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട്, ഇല്ല അല്ലാതെ. ഇൻദഹു അവന്റെ അടുക്കൽ മൻ ദല്ലദീ യശ്ഫഉ ശുപാർശ പറയുന്നവൻ, ശഫാഅത്ത് നിർവഹിക്കുന്നവൻ ആരാണുള്ളത്. അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് നിർവഹിക്കുന്നവൻ ആരാണുള്ളത്, ഇല്ലാ ബിഇദ്നിഹി അവന്റെ അനുവാദം കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ അനുവാദം കൊണ്ടല്ലാതെ. അപ്പൊ ആയത്ത് അറിയിക്കുന്നത് ശഫാഅത്തിനെ, അള്ളാഹിന്റെ അടുക്കൽ ശഫാഅത്ത് നിർവഹിക്കുന്നവൻ ആരാണുള്ളത്, ഇല്ലാ ബിഇദ്നിഹി അവന്റെ അനുവാദം കൊണ്ടല്ലാതെ. അപ്പൊ അവിടെ ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ഇൻകാറിനാണ്. ആരുമില്ല, അള്ളാഹുവിന്റെ അനുവാദമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരാണ്, ആരുമില്ല. അപ്പൊ എന്താ ഇത് ഇസ്തിഫാമ്, അത് ഇൻകാരിയാണ്, നിഷേധിക്കാനാണ്, ആരുമില്ല. അപ്പൊ അനുവാദം ഉണ്ടെങ്കിൽ ശഫാഅത്ത് നിർവഹിക്കാൻ ആരുണ്ട്, ആളുണ്ട്.
അപ്പോ ഷഫാഅത്തിൽ അതിന് 2 ഷർത്താണ് പറയപ്പെട്ടുള്ളത് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ. ഒന്ന്, ഷഫാഅത്ത് നിർവഹിക്കുന്നവന് അള്ളാഹുവിന്റെ അനുവാദം വേണം. ഷഫാഅത്ത് നിർവഹിക്കുന്നവന് ആരാണ്? ഷാഫിഈ. ഷഫാഅത്ത് ആർക്ക് വേണ്ടി നിർവഹിക്കുന്നു? അതാണ് ആര്? മശ്ഫൂഉ ലഹ്. ഷഫാഅത്ത് ആർക്ക് വേണ്ടി നിർവഹിക്കുന്നു? അവരാണ് മശ്ഫൂഉ ലഹ്. ഷാഫിഈ ശുപാർശ പറയുന്നത്. ഷഫാഅത്ത് നിർവഹിക്കണമെങ്കിൽ നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അനുവാദം വേണം. ഷാഫിഈന് അള്ളാഹുവിന്റെ ഇതിന് വേണം, അനുവാദം വേണം. അതിന് തെളിവെന്താ? ഷഫാഅത്ത് നിർവഹിക്കുന്നവൻ അള്ളാഹിന്റെ അനുവാദം വേണമെന്നുള്ള തെളിവ് ഈ ആയത്താണ്. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹിന്റെ അനുവാദം വേണം. അതില്ലാതെ ഒരാൾ ഷഫാഅത്ത് പറയില്ല. അന്ത്യനാളിലൊരു ഷാഫിഈ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അന്ത്യനാളിൽ ഷഫാഅത്തിന് അർഹത റസൂലുള്ളാഹിക്കാണ്. റസൂലുള്ള ഷഫാഅത്ത് പറയും. റസൂലുള്ള മാത്രമല്ല, റസൂൽ അല്ലാത്തവരും ഷഫാഅത്ത് പറയും. പക്ഷെ ഏറ്റവും ആദ്യം ഷഫാഅത്തിന് അനുവാദം നൽകലും ഏറ്റവും കൂടുതൽ ഷഫാഅത്ത് നിർവഹിക്കലും ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എപ്പോഴാണ് റസൂലുള്ള ഷഫാഅത്ത് പറയാ? റസൂലുള്ള ഷഫാഅത്ത് പറയൽ ആളുകളെല്ലാവരും മഹ്ശറ വൻസഭയിൽ ഇങ്ങനെ തടിച്ചുകൂടി അവർ ചൊട്ടുപഴുത്ത് സൂര്യന് താഴെ വിയർപ്പിൽ കുളിച്ച് അവർ വളരെ ദുരിതത്തിൽ, അപ്പോൾ ആണ് അവരെന്ത് ചെയ്യുന്നത്? ശുപാർശ പറയാനുള്ള ആളുകളെ തേടുന്നത്. അങ്ങനെ മുർസലീങ്ങളെ തേടും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അനലഹ, ഞാനാണ് ആ ഷഫാഅത്ത് നിർവഹിക്കാനുള്ളത് എന്ന് പറയും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് നിർവഹിക്കാൻ വേണ്ടി ചെന്നാൽ അള്ളാഹുവിനെ ഇവരെ വിചാരണക്കെടുക്കുന്ന ശുപാർശ പറയില്ല. പിന്നെയോ അള്ളാഹുവിന്റെ മുമ്പിൽ, അർശിന് മുമ്പിൽ സുജൂദിൽ വീഴും, നീണ്ട കാലം എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സ്തുതികൾ പാടി അള്ളാഹുവിന് സുജൂദിൽ ദീർഘകാലം കഴിയുമ്പോൾ അള്ളാഹു പറയും, യാ മുഹമ്മദെ തല ഉയർത്തി ചോദിച്ചോ, നീ ചോദിക്കുന്നത് നൽകപ്പെടും. അങ്ങനെ പറയും. ശുപാർശ പറഞ്ഞോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറയുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ പറയും. കാരണം എന്താ? ശുപാർശ പറയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ ഇതിന് വേണം. പിന്നെ ഷഫാഅത്തിൽ ശുപാർശ പറയുന്നവരുണ്ട്, ആർക്ക് വേണ്ടി ശുപാർശ പറയുന്ന അയാളുണ്ട്. അതാണ് മശ്ഫൂഉ. ആർക്ക് വേണ്ടി ശുപാർശ പറയുന്ന അയാൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ അള്ളാഹു പ്രീതിപ്പെടുന്നു. ഇവരെന്ത് ചെയ്യണം? അള്ളാഹു പ്രീതിപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലാ യശ്ഫഊൻ ഇല്ലാ ലിമൻ ഇർതദ. വലാ യശ്ഫഊൻ, ശുപാർശ പറയുന്നവർ ശുപാർശ പറയുകയില്ല, ഇല്ലാ ലിമൻ ഇർതദ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ. അള്ളാഹുവിന്റെ തൃപ്തി ആർക്കാണോ ഉള്ളത് അവർക്കാണ് ഷഫാഅത്ത് പറയും. വിശുദ്ധ ഖുർആൻ ശുപാർശ പറയും, അതേപോലെ നോമ്പ് ശുപാർശ പറയും. അതൊക്കെ പിന്നീട് വലിയ ഷഫാഅത്തിന് ശേഷം അള്ളാഹു ചിലർക്ക് ഷഫാഅത്ത് പറയാൻ അനുവാദം. അതെ, നരകത്തിൽ പോകുന്നവരുടെ വിഷയത്തിൽ ശുപാർശ പറയും. നരകത്തിൽ വീണവരുടെ വിഷയത്തിൽ ശുപാർശ പറയും. സിറാത്തിന് മുകളിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ശുപാർശ പറയും. സൂറത്തുൽ മുൽക്ക്, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ശുപാർശ പറയും. കുട്ടികൾ ശുപാർശ പറയും. ഏതായാലും ശുപാർശ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ അനുവാദം വേണം. ആർക്ക് വേണ്ടി ശുപാർശ പറയുന്നു അവരെ അള്ളാഹു പ്രീതിപ്പെട്ടവരാണ്. വലാ യശ്ഫഊൻ, ഈ ശുപാർശ പറയുന്നവർ ശുപാർശ പറയുകയില്ല, ഇല്ലാ ലിമൻ ഇർതദ, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. മറ്റൊരായത്തിൽ പറഞ്ഞു, വകം മിൻ മലക്കിൻ ഫിസ് സമാവാത് ലാ തുഗ്നി അൻഹും ശഫാഅതുഹും ശൈആ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദ. ആകാശത്തിൽ എത്ര മലക്കുകളാണുള്ളത്? ധാരാളം മലക്കുകളുണ്ട്. അള്ളാഹുവിന് സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ. ഈ മലക്കുകളുടെ ഒന്നും ശുപാർശ ആളുകൾക്ക് ഉപകരിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദ. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അള്ളാഹു അനുവാദം നൽകുകയും അള്ളാഹു പ്രീതിപ്പെടുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ആർക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവർക്ക് അനുവാദം നൽകുകയും അള്ളാഹു പ്രീതിപ്പെടുകയും ചെയ്യുന്നവർക്കല്ലാതെ. അപ്പം മലക്കുകൾ ശുപാർശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപകരിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു അനുവാദം നൽകണം, അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യണം. ആർക്ക് ശുപാർശ പറയുന്നോ അവർക്ക്. അപ്പൊ ഇവിടെ ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യനാളിൽ ഷഫാഅത്ത് ഉണ്ട്. ശുപാർശ പറയുന്ന കുറേ ആളുകളുണ്ട്.
പക്ഷെ ആരാണ് ശുപാർശ പറയുന്നത്? അവർക്ക് അള്ളാഹുവിന് അനുവാദം വേണം ശുപാർശ പറയാൻ. ആർക്ക് വേണ്ടി അവർ ശുപാർശ നിർവഹിക്കുന്നുവോ അവരെ അള്ളാഹു പ്രീതിപ്പെടുകയും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യണം എന്നുള്ളത്. അറിയുന്നു, അള്ളാഹു അറിയും, അവൻ അറിയും. യാതൊന്ന് മൗസൂലാണ്. യാലമു അള്ളാഹു അറിയും, മാ യാതൊന്ന്. ആ യാതൊന്ന് എവിടെയുള്ളത്? ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ. അവിടെ ബൈന നമ്മ ഇടയിൽ. ഏത് ഐതിയാണ്? കൈകൾ. അപ്പൊ കൈകൾക്കിടയിൽ ഉള്ളതാണെന്താ? മുന്നിലുള്ളത് എന്നാണ്. ഇതൊരു പ്രയോഗമാണ്. അപ്പൊ അവരുടെ കരങ്ങൾക്കിടയിലുള്ളതിനെ നമ്മൾ അവരുടെ മുമ്പിലുള്ളതിനാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ യാലമു അവൻ അറിയും, മാ ബൈന ഐദീഹിം അവരുടെ കരങ്ങൾക്കിടയിലുള്ളതിനെ പറഞ്ഞാൽ അവരുടെ മുമ്പിലുള്ളതിനെ. എന്താ വാവാസിൻ്റെത് മാ മൗസൂല യാതൊന്നും. ആ യാതൊന്നും ഏതാണ്? ഖൽഫഹും അവരുടെ പിന്നിലുള്ളതാണ്. വറാഅഹും. അപ്പൊ അള്ളാഹു അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അറിയും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. വലാ യുഹീതൂൻ വാബിസ്തീനാഫി. പുതിയ രാശിയാണ്, അതിൽ നിന്ന് വേറിട്ട്. ലാ യുഹീതൂൻ. എന്താ ലാ യുഹീതൂൻ? അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക. അഹാത്ത വലയം ചെയ്തു. അഹാത്ത വലയം ചെയ്തു. യുഹീതു വലയം ചെയ്യുന്നു. യുഹീതൂന അവർ വലയം ചെയ്യുന്നു. ലാ യുഹീതൂൻ അവർ വലയം ചെയ്യൂല. ബിശൈഇൻ മിൻ ഇൽമിഹി. ബിശൈഇൻ മിൻ ഇൽമിഹി. ഇൽമിഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഇൽമ്, അറിവ്. അതാണ് അള്ളാഹുവിന്റെ. മിൻ ഇൽമി എന്ന് പറഞ്ഞാൽ അവന്റെ അറിവിൽ നിന്ന്. ബിശൈഇൻ എന്ന് പറഞ്ഞാൽ യാതൊന്നും. യാതൊന്നും യാതൊന്നും. അവിടെ ബായിദത്താണ്. വലാ യുഹീതൂന ശൈഅൻ മിൻ ഇൽമിഹി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമായി അവന്റെ ഇൽമിൽ നിന്ന് യാതൊന്നിനെയും അവർ വലയം ചെയ്യൂലാണ്. പക്ഷെ അള്ളാഹു ബി ഏറെ കൊണ്ടുവന്നു. അതെന്തിനാ? യാതൊന്നും എന്നുള്ള ആ ഒരു തൗഹീദിന്റെ മാന അവിടെ കിട്ടാനാണ്. ഇവിടെ അവന്റെ അറിവിൽ നിന്ന് യാതൊന്നും അവർ വലയം ചെയ്യൂല എന്നാണ്. എന്താ? അവർ ലാ യാലമു എന്നാണ്, അവരറിയൂല എന്നാണ്. അവിടെ ഉദ്ദേശം വലയം ചെയ്യുകയില്ല എന്നാണ്. എന്താ? അതിനെ അറിയുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ അവർ അറിഞ്ഞ് മനസ്സിലാക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. വലാ യുഹീതൂന എന്നുള്ളതിന്റെ ഉദ്ദേശം ഇവിടെ വലാ യഅലമൂൻ അവരറിയുകയില്ല, അല്ലെങ്കിൽ വലാ യുദ്രികൂൻ അവർ പ്രാപിക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല. ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന്. അവിടെ മിൻ ഇൽമിഹി എന്നുള്ളതിന് രണ്ട് ഉദ്ദേശമാണ്. ഇവിടെ മിൻ ഇൽമിഹി എന്നുള്ളതിന് അവന്റെ ഇൽമ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്. അവന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചുള്ള ഇൽമ്. ഇൽമു ദാത്തിഹി അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ളതായ ഇൽമ്. അതാണ് ഉദ്ദേശം. ഇത് അവരുടെ ഉദ്ദേശം ഇൽമു ദാത്തിഹി അവന്റെ ദാത്തിനെ കുറിച്ചുള്ള ഇൽമ്. മറ്റൊന്ന് രണ്ടാമത്തേത് മാലൂമിഹി. ഇൽമിഹി എന്ന് പറഞ്ഞാൽ മാലൂമിഹി നട്ടം അവനറിഞ്ഞ സംഗതികൾ. അള്ളാഹു അറിഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ അർത്ഥപ്രകാരം വലാ യുഹീതൂൻ അവർ പടപ്പുകൾ അറിയുകയില്ല. ബിശൈഇൻ മിൻ ഇൽമിഹി അവന്റെ ദാത്തിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് യാതൊന്നും. അള്ളാന്റെ ദാത്തിനെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ. എന്താ അറിവ്? അള്ളാന്റെ ദാത്തിനെ കുറിച്ചുള്ള അറിവെന്താ? അള്ളാഹുവിനൊരു സത്തയുണ്ട്. ആ സത്തക്ക് കുറെ വിശേഷണങ്ങളുണ്ട്. അത് അള്ളാഹു അവനെ കുറിച്ച് തിരുമുഖം ഉണ്ട്. അള്ളാഹ്ക്കൊരു മുഖമുണ്ട്. അള്ളാഹ്ക്ക് കൈകളുണ്ട്. അള്ളാഹ്ക്ക് വിരലുകളുണ്ട്. അള്ളാഹ്ക്ക് കാലുണ്ട്, കാൽപാദമുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഇത് അള്ളാഹുവിന്റെ എന്തിനെ കുറിച്ചുള്ള അറിവാണ്? അള്ളാഹുന്റെ ദാത്തിനെ കുറിച്ചുള്ള അറിവാണ്. പിന്നെ ആ ദാത്തിന് കുറെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു അറിവുള്ളവനാണ്. അള്ളാഹു ഹയാത്തുള്ളവനാണ്. അള്ളാഹു ഖായിമുൻ ബിനഫ്സിഹിയാണ്. അള്ളാഹു ഖായിമുൻ അലാ ഗൈരിഹിയാണ്. മറ്റുള്ളവരെ നിലനിർത്തുന്നവനാണ്. സ്വയം നിലനിൽക്കുന്നവനാണ്. അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും, അള്ളാഹു അറിയും. ഇതൊക്കെ എന്താണ്? അള്ളാഹുന്റെ ദാത്തിനെ കുറിച്ചുള്ള ഇൽമാണ്. അപ്പൊ വലാ യുഹീതൂൻ പടപ്പുകൾ അറിയുകയില്ല.
ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ള ഇൽമുകളിൽ നിന്നൊന്നും ഇല്ലാ ബിമാ ശാ അവൻ ഉദ്ദേശിച്ചത് അല്ലാതെ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച് പടപ്പുകളെ അറിയിച്ചത് എന്താണോ അത് മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് ആർക്കറിയുള്ളൂ? പടപ്പുകൾക്ക് അറിയുള്ളൂ. അപ്പൊ അള്ളാഹു തന്നെ കുറിച്ച് അറിയുവാൻ, പടപ്പുകൾ അറിയുവാൻ എന്താണോ ഉദ്ദേശിച്ചത് അതേ പടപ്പുകൾക്ക് അറിയുള്ളൂ. അതാണ് ഒന്നാമത്തിന്റെ അർത്ഥം. വലാ യുഹീതൂൻ പടപ്പുകൾ അറിയുകയില്ല ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതിനെ സംബന്ധിച്ച് ഇല്ലാ ബിമാ ശാ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ അതല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തുമായി അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് നമ്മൾ അറിയാം, അതേ നമ്മൾ അറിയുള്ളൂ. രണ്ടാമത്തേത് അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ, പടപ്പുകളെ കുറിച്ച് അള്ളാഹു കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പടപ്പുകൾ അറിയണത് എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? അതായത് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് യാതൊന്നും അവരറിയുകയില്ല ഇല്ലാ ബിമാ ശാ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അള്ളാഹുവിന്റെ അറിവിൽ നിന്നാണ് അള്ളാഹു വാനത്തെക്കുറിച്ച് കുറേ അറിയാം, ഭൂമിയെക്കുറിച്ച് കുറേ അറിയാം, ലോകങ്ങൾ കുറേ ഉണ്ട്. മലക്കുകളുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട്, മനുഷ്യരുടെ ലോകമുണ്ട്, സമുദ്ര ലോകമുണ്ട്, അതേപോലെ തന്നെ വാനങ്ങളിൽ ഇങ്ങനെ കുറേ ലോകങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമാണ് അതൊക്കെ. ഈ ഇൽമിൽ നിന്ന് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ പടപ്പുകൾക്ക് അറിയാൻ പറ്റുള്ളതാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. ഇപ്പൊ രണ്ട് നിലയ്ക്ക് ഈ ഇൽമിഹി എന്നുള്ളതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ള ഇൽമ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാലൂമാത്ത്, അള്ളാഹു അറിഞ്ഞ വിഷയങ്ങൾ, കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അറിവ്. അതാണ് അർത്ഥം വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു അസ്സമാവാത്ത് വൽ അർദ്. വസിഅ എന്ന രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കും. ഒന്ന് അഹാത വലയം ചെയ്തു, എങ്കിൽ അതേപോലെ തന്നെ ഷമില യശ്മലു ഉൾക്കൊണ്ടു, ഷമില ഷമുല എന്നാണ്, ഷമില അല്ല, ഷമുല യശ്മുലു ഉൾക്കൊണ്ടു, ഷമുല. ഇത് അഹാത്ത. അപ്പോ വസയാന്നുണ്ടെങ്കിൽ രണ്ടർത്ഥം. ഒന്ന് അഹാത്ത വലയം ചെയ്തു, അതേപോലെ തന്നെ ഷമുല എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടു. വസിഅ കുർസിയ്യുഹു കുർസി അവന്റെ കുർസി. ഈ കുർസി എന്താണ്? കുർസി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന വിഷയത്തിൽ വന്ന തഫ്സീർ ഇമാം തബ്റാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിലും ഇമാം ഹാക്കിം മുസ്തദ്റക്കിലും ഇബ്നു അബ്ബാസിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കുന്ന അസറിലുള്ളത് മൗദിഉ ഖദമിർ റബ്ബ് അല്ലാഹുവിന്റെ പാദം വെക്കുന്ന സ്ഥലം, അതാണ് കുർസി. കുർസി എന്ന് പറഞ്ഞാൽ പാദം വെക്കുന്ന സ്ഥലം, പാദസ്ഥാനം. മൗദിഉ ഖദമിർ റബ്ബ് റബ്ബിന്റെ സുബ്ഹാനഹു വ തആലയുടെ ഖദം പാദം വെക്കുന്ന സ്ഥാനത്തിനാണ് മൗദിഇനാണ് എന്താ പറയാ കുർസി എന്ന് പറയാം. ചിലര് കുർസി അർശായിട്ട് പറയും. അള്ളാഹുവിന് അർശുണ്ട്, അള്ളാഹുവിന് എന്തുണ്ട്? അർശുണ്ട്. അള്ളാഹു മഹിദ സിംഹാസനത്തിന്റെ റബ്ബാണ്, റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന് മീതെയാണ്. അർശ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വക്കാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് അത് വെള്ളത്തിന്മേലാകുന്നു. ചില റിപ്പോർട്ടുകളിൽ സമുദ്രത്തിന്മേലെ മീതെയാകുന്നു. ചില റിപ്പോർട്ടുകളിൽ ബൈന സമാഇ സാബിയത്തി വൽ അർശി മാഉൻ ബൈന അസ്ഫലിഹി വ അലാ മസീറത്ത് 500 ആം. ഏഴാം ആകാശത്തിന്റെയും അർശിന്റെയും ഇടയിൽ ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ മേൽനിരയും താഴ്നിരയും ഇടയിലുള്ള വ്യത്യാസം മസീറത്ത് 500 ആം, 500 വർഷത്തെ വഴിദൂരമാണ്. അപ്പോ ഈ ഉലകം, അതിൽ ഈ പ്രപഞ്ചത്തിന്റെ അതിന്റെ വിശാലതയിൽ വികസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയങ്ങളിൽ എന്താണോ വഹയായി അവതരിപ്പിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ അവലംബം. അത് നമ്മൾ സമയന വാതായന നമ്മൾ കേട്ടു, അനുസരിച്ചു. അല്ലാതെ അള്ളാഹുവിന് അർശുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് അള്ളാഹു ആരാണ്? ദുൽ അർശിൽ അദീം, അർശുള്ള
മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാകുന്നു. അള്ളാഹുവിന്റെ അർശ് ഈ പ്രപഞ്ചത്തിന്റെ സഖഫ് എന്താണ്, ഒരു മേൽക്കൂര എന്നോണാണ് വർത്തിക്കുന്നത്. ആ അർശിന്റെ കുർസിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വസിയ കുർസിയുഹു, അവന്റെ കുർസി വിശാലമാണ്, എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കുർസി ഉൾക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കുർസി അഹാത വലയം ചെയ്തിരിക്കുന്നു. ആരെ വലയം ചെയ്തിരിക്കുന്നു? അസ്സമാവാത്ത് വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും. വാനങ്ങളെയും ഭൂമിയെയും ഉൾക്കൊണ്ട രീതിയിലാണ് എന്തുള്ളത്? കുർസി തന്നെ ഉള്ളത്, കുർസി ഉള്ളത്. അപ്പൊ ആ കുർസിന്റെ അർശം എത്രയായിരിക്കും? സാധാരണ അർശം കുർസിയും തമ്മിൽ അർശ വലുതായിരിക്കും, കുർസി ചെറുതായിരിക്കും. അപ്പൊ കുർസി തന്നെ എത്ര വിശാലമാണ് എങ്കിൽ അർശ് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് അർശിന്റെ വിശേഷണം പറയുമ്പോഴൊക്കെ അൽ അർശുൽ അദീം, മഹത്തായ അർശ് എന്ന് പറയുന്നത്, വലിയ അർശ് എന്ന് പറയുന്നത്. ചില അസറുകളിൽ അബൂദർ അൽ ഗിഫാരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സഹിഹ ഹദീസിൽ, പിന്നെ അസ്സമാവാതു സബഉ വൽ അറാദൂൻ ഇൻദൽ കുർസിയി കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദി ഫലാത്ത്. അതായത് കുർസിയുടെ അടുക്കൽ വാനങ്ങളും ഭൂമിയും എങ്ങനെയാണെന്ന് പറയാം. കുർസിയുണ്ട്, ഈ കുർസിയുടെ അടുക്കൽ വാനങ്ങളും ഭൂമിയും അതെങ്ങനെയാണ്? കഹൽഖത്തിൻ മുൽഖാത്ത് ഫി അർദി ഫലാത്ത്, ഒരു വിശാലമായ മരുഭൂമിയിൽ എറിയപ്പെട്ട ഒരു വളയത്തെ പോലെയാണ്. വിശാലമായ ഒരു ഭൂതലം, മരുഭൂമി, അതിലൊരു വളയം എറിഞ്ഞാൽ എത്ര വലിപ്പമുണ്ടാവും? ആ വളയം ആ മരുഭൂമിയിൽ എങ്ങനെ കാണപ്പെടാം? അതുപോലെയാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും അടുക്കൽ കുർസി. കുർസി വിശാലാണ്, വാനങ്ങളും ഭൂമി ഇത്രയും ഉണ്ടാവുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പറയാണ് വഫദലുൽ അർശി അലൽ കുർസി, കുർസിയിനേക്കാൾ അർശിന്റെ വലിപ്പം. ഫദലുൽ ഫലാ, ആ വിശാലമായ മരുഭൂമിയുടെ വലിപ്പമാണ് ബിനിസ്ബലിൽ ഹൽഖ. ആ വളയണ്ടല്ലോ, ആ വളയത്തെ തട്ടിച്ചു നോക്കിയാൽ. അപ്പൊ ആ വളയത്തെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വിശാലമായ മരുഭൂമി എങ്ങനെയാണ്? അതേപോലെയാണ് എന്ത്? അർശ് കുർസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാൻ. പിന്നെ അള്ളാഹുവിന്റെ കുർസിയാണ്, ആ കുർസിന്റെ അർശാണത്. അതിന് നമുക്ക് മനസ്സിലാക്കാം, കുർസി വേറെയാണ്, അർശ് വേറെയാണ്. ചിലര് വസിയ കുർസിയും അവന്റെ അർശ്, ഇവിടെ കുർസി എന്നുള്ളതിന് അർശ് എന്നർത്ഥം കൊടുക്കും. അള്ളാഹുവിന്റെ സിംഹാസനം വലയം ചെയ്തിരിക്കുന്നു, അസ്സമാവാത്ത് വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും. ശരിക്കും ഇവിടെ അർശ് കുർസി നടത്തെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ മൗദിഉൽ ഖദം, പാദസ്ഥാനമാണ് അർശിന്റെ. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് വന്ന സഹിഹായിട്ടുള്ള തഫ്സീർ ആ വിഷയത്തിൽ. ചില തഫ്സീറുകൾ ഇബ്നു അബ്ബാസിലേക്ക് ഈ വിഷയത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് സഹിഹല്ല. അപ്പൊ വസിയ കുർസിയുഹു അസ്സമാവാത്ത് വൽ അർദ്. അപ്പൊ ഒരു മരുഭൂമിയിൽ ഒരു വളയം എറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വളയമാണ് കുർസി. ആ മരുഭൂമി എത്ര കാണപ്പെടും അത്രയാണ് ആരുള്ളത്? അർശ്. അപ്പൊ ആ അർശന്മേൽ ഉപവിഷ്ടനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹാനായിരിക്കും. അതുകൊണ്ടാണ് നമ്മളോടൊരു പ്രയാസമോ ദുഃഖമൊക്കെ വരുമ്പോൾ, ഒരു കെർബ്, ഞെരുക്കം വരുമ്പോൾ നമ്മൾക്ക് ഒരു ദുആഉൽ കെർബ് പഠിപ്പിച്ചു. ആ ദുആഉൽ കെർബ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദി വ റബ്ബുൽ അർശിൽ കരീം എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. കാരണം അത് അള്ളാഹുവിനെ ഏറെ പ്രശംസിക്കുന്ന, മഹത്വപ്പെടുത്തുന്നതായ ഒരു ദുആവചനാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ഏതായാലും വസിയ കുർസിയും, അവന്റെ കുർസി വിശാലമായിരിക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു, അസ്സമാവാത്ത് വാനങ്ങളെയും വൽ അർദ് ഭൂമിയെയും. വലാ യഊദുഹു ഹിഫ്ദുഹുമാ, വാവ് വരെ വേറെ സീനാഫിൻ്റെതാണ്, വേറെ ആശയാണ്, ഇതിൽ നിന്ന് മുറിഞ്ഞ ആശയാണ് പറയുന്നത്. ലാ യഊദുഹു, എന്താ ലാ യഊദുഹു? പിന്നെ ലാ യഊദുഹു എന്ന് പറഞ്ഞാൽ ലാ യസ്ഖുലുഹു എന്നർത്ഥം, ഭാരിച്ചതാവുകയില്ല. ലാ യസ്ഖുലുഹു, ഭാരിച്ചതാവുകയില്ല. ലാ യസ്ഖുലുഹു, അവന്, അള്ളാഹുവിന് ഭാരിച്ചതാവുകയില്ല. ലാ യഊദു എന്ന് പറഞ്ഞാൽ ലാ യസ്ഖുലു, ഭാരിച്ചതാവുകയില്ല. ലാ യഊദുഹു, അവന് ഭാരിച്ചതാവുകയില്ല. ഹിഫ്ദുഹുമ,
ഹിഫ്ദുഹുമ അവ രണ്ടിന്റെയും സംരക്ഷണം. ഹിഫ്ദാണ് സംരക്ഷണം. ഹിഫ്ദുഹുമ അവ രണ്ടിന്റെയും സംരക്ഷണം. അവ രണ്ടിന്റെയും എന്ന് പറഞ്ഞാൽ വാനങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണം അവന് ലാ യഊദ് എന്നാൽ ലാ യസ്ഫുൽ ഭാരിച്ചതാവുകയില്ല. വാനങ്ങളെയും ഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വാനങ്ങളെയും ഭൂമി മാത്രമല്ല, പിന്നെ വാനങ്ങളിലുള്ളവരുണ്ട്, ഭൂമിയിലുള്ളവരുണ്ട്, വാനങ്ങൾക്കും ഭൂമിയിലും ഇടയിലുള്ളവരുണ്ട്. ഇതിനെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളത് എന്തല്ല, അള്ളാഹ്ക്ക് അതൊരു ഭാരിച്ചതല്ല. സുബ്ഹാനല്ലാഹ്. വഹുവ അൽ അലിയ്യു അൽ അദീം. വഹുവ വാവ് ഹാലിന്റെ വാവാക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ അലിയും അദീമുമായ ഹാലിലാകുന്ന അവസ്ഥയിലാകുന്നു. അല്ലെങ്കിൽ നീ ഇസ്തിഗ്നാഫാക്കിയാൽ അത് പ്രശ്നമല്ല, ആശയം മുറിച്ചിട്ട് പറയാന്നുള്ള അർത്ഥത്തിൽ. ഹുവ അവൻ അല്ലാഹു അൽ അലി. അല്ലാഹു അൽ അലിയാണ്. അലി എന്നാണ് അല്ലാഹു അലിയ ഉന്നതനാണ്. അള്ളാഹുവിന്റെ ദാത്തുണ്ട്, സത്ത അല്ലേ? അള്ളാഹുവിന്റെ സത്ത കൊണ്ട് അള്ളാഹു ഉന്നതനാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുണ്ട്, വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു ആരാണ്? ഉന്നതനാണ്. വിശേഷണങ്ങളിൽ അള്ളാഹു ഉന്നതനാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, അസ്മാ. ഈ നാമങ്ങളിലും അള്ളാഹു ആരാണ്? അള്ളാഹു ഉന്നതനാണ്, എല്ലാവർക്കും മീതയാണ്. അപ്പൊ അള്ളാഹു അൽ അലി ഉന്നതനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് അള്ളാഹു ഉന്നതനാണ്. എങ്ങനെ ഈ ദാത്ത് കൊണ്ട് ഉന്നതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ സത്ത കൊണ്ട് എവിടെയല്ല നമ്മളോടൊപ്പല്ല. പിന്നെ അള്ളാഹു വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അള്ളാഹുവിന്റെ ദാസന്മാരുടെ മീതെ അള്ളാഹു എല്ലാവരെയും അടക്കി വാഴുന്നവനായിട്ടാണ്. അപ്പൊ എവിടെയാണ് അള്ളാഹു? എല്ലാവരുടെയും മീതെയാണ്. അപ്പൊ അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട് അലിയാണെന്നാണ്, എല്ലാവരുടെയും മേലെയാണെന്ന് അർത്ഥം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹിന്റെ വിശേഷണങ്ങൾ നമ്മുടെ വിശേഷണങ്ങൾ. അള്ളാഹു കേൾക്കും, അള്ളാഹു കാണും. നമ്മളും കേൾക്കും, നമ്മൾ കാണും. പക്ഷെ നമ്മൾ കേൾക്കുന്നത് പോലെ കാണുന്നത് പോലെയാണ് അള്ളാഹു അല്ല. അള്ളാഹു അറിവുള്ളവരാണ്, നമ്മളും അറിവുള്ളവരാണ്. പക്ഷെ അള്ളാഹുവിന്റെ നമ്മളുടെ അറിവ് ഒരുപോലെ അല്ല. അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ല, ചെറുത് വലുത് വ്യത്യാസമല്ല, അടുത്തത് അകന്നത് വ്യത്യാസമല്ല. പിന്നെ അള്ളാഹുവിന്റെ അതേപോലെ നേർത്തത് കനത്തതും വ്യത്യാസമല്ല. അതേപോലെ കാഴ്ചയും കേൾവിയൊക്കെ മറഞ്ഞത് തെളിഞ്ഞത്, പിന്നെ കടുത്തത് നേരിയത്, അടുത്തത് അകന്നത്, ഈ വ്യത്യാസങ്ങളൊന്നും ആരുടേതിനില്ല. അള്ളാഹിന്റെ കേൾവിക്ക് കാഴ്ചക്കില്ല. അപ്പൊ അള്ളാഹു അവന്റെ വിശേഷണങ്ങളിൽ എന്താണ്? അള്ളാഹു അലിയാണ്, എല്ലാവർക്കും മീതയാണ്, ഉന്നതനാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ പിന്നെ നമ്മുടെ നാമങ്ങളെ പോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉന്നതമായ നാമങ്ങൾ, ഉന്നതമായ ആശയങ്ങളുള്ള, ഉന്നതമായ തേട്ടങ്ങളുള്ള, ഉന്നതമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടതായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അതുകൊണ്ട് ദാത്തിലും സിഫാത്തിലും അസ്മായിലും ഒക്കെ അള്ളാഹു ആരാണ്? അള്ളാഹു അൽ അലിയാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദീമാണ്. അദീം എന്ന് പറഞ്ഞാൽ അളമത്തുള്ളവൻ. അളമത്ത് പറഞ്ഞാൽ മഹത്വം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മഹത്വമുടയവനായ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, പ്രവൃത്തികളൊക്കെ അള്ളാഹുവിൻ്റേത് മഹത്വമുള്ളതാണ്. അവൻ്റെ ദാത്ത് മഹത്വമുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അദീമാണ്. വഹുവൽ അലിയ്യുൽ അദീം. ഇതാണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫർള് നമസ്കാര ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലിയിട്ടുണ്ടെങ്കിൽ പുലർച്ചെ വരെ പൈശാചിക ശല്യങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമസ്കാര ശേഷം ഫർള് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചാൽ സ്വർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പൈശാചിക ശല്യങ്ങളും ഉപദ്രവങ്ങളും ഏൽക്കാതിരിക്കാൻ നമ്മൾ ആയത്തുൽ കുർസി ഓതുകയാണ് വേണ്ടത്. അതേപോലെ പിന്നെ
ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ അള്ളമ ആയത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രയോഗവൽക്കരിക്കണം. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ശിഫയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ശരീരത്തിൽ തടവിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ബർക്കത്ത് കിട്ടും. ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിലും ആ മഹത്വമുണ്ട്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്ന സൂറത്തുകളുണ്ട്. അതിൽ ഇഖ്ലാസ്, ഫലഖ്, അന്നാസ് ഈ സൂറകളാണ് കൈകളിൽ ഊതിയിട്ട് അല്ലെങ്കിൽ കൈകളിൽ ഊതിയിട്ട് ആ സൂറത്തുകളാണ് ഓതിയിട്ട് തടവേണ്ടത്. സ്ഥിരാക്കാൻ പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നിട്ടില്ല. ദുഷിച്ച സ്വപ്നം കണ്ട് ഉണർന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ചെയ്യേണ്ടത് ഏതൊരു ഭാഗത്ത് കിടക്കുന്നതായിട്ടാണ് ആ ദുഷിച്ച സ്വപ്നം കണ്ടത് ആ ഭാഗത്ത് നിന്ന് മാറിക്കിടക്കുക, കമയിൽ നടക്കാതെ മാറിക്കിടക്കുക. പിന്നെ ദുഷിച്ച സ്വപ്നം കണ്ടതിൽ നിന്ന് പിന്നെ അള്ളാഹുവിനോട് അഭയം തേടുക. പിന്നെ ദുഷിച്ച സ്വപ്നം കണ്ടതിൻ്റെ ആ കെടുതികളിൽ നിന്ന് അള്ളാഹുവോട് അഭയം തേടുക. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. അല്ലാതെ ആയത്തുൽ കുർസി ഓതുന്നത് ചില റിപ്പോർട്ടുകളിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നും വന്നിട്ട് അതും സഹീഹാണ്. ദുഷിച്ച സ്വപ്നമാണ് കണ്ടത്. പിന്നെ ആരോടും പറയാതിരിക്കുക. ചില അതിലുണ്ട് തഫ്ല് നടത്താൻ പറഞ്ഞ്, ചിലതിൽ നഫ്ഖ് നടത്താൻ പറഞ്ഞു. ചിലയിടത്ത് ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം ഊതട്ടെ. ചില റിപ്പോർട്ടുകളിൽ ഫൽയഫുൽ അൻ യസാരിഹി സലാസൻ 3 പ്രാവശ്യം ഇങ്ങനെ ഉമർനീർ കലർത്തിയിട്ട് ഊതാൻ പറഞ്ഞു. മാറ്റി തുപ്പ എന്ന് പറയുന്നത് ഇങ്ങനെ ഉമർനീർ കലർത്തിയിട്ടുള്ള ഊതലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതായത് ഈ അൽ ഹയ്യുൽ ഖയ്യൂം വിശുദ്ധ ഖുർആനിലും 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം ചേർത്ത്. ഒന്ന് ഇവിടെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മറ്റൊരു സൂറത്ത് ആലി ഇംറാന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെ സൂറത്ത് ത്വാഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ 3 സ്ഥലത്ത് ഇങ്ങനെ ഹയ്യുൽ ഖയ്യൂം വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ. ഫദ്ഉഹു ബിഹാ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയുടെ തേട്ടം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവെ നീ സമീആണ്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അള്ളാഹുവെ നീ ഗഫൂറാണ്, നീ എന്നോട് പൊറുക്കണമേ. അള്ളാഹുവെ നീ റഹ്മാനും റഹീമുമാണ്, അതുകൊണ്ട് നീ നിന്റെ റഹ്മത്ത് ഞങ്ങളിൽ ചൊരിയണമേ. ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് ഉണ്ട്. അത് അള്ളാഹു കൽപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. എന്നാൽ ചില ഹദീസുകളിൽ ഇസ്മുൽ ആഅ്ളമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്മുൽ ആഅ്ളമിന്റെ പ്രത്യേകത എന്താ? അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. അതേപോലെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്നാണ്. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചാൽ നൽകുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നൽകുന്ന ഒരു ഇസ്മുൽ ആഅ്ളം അള്ളാഹുണ്ട്. ഇസ്മുൽ ആഅ്ളം ഏറ്റവും മഹത്തായ ഒരു നാമം. ആ ഇസ്മുൽ ആഅ്ളം ഏതാണ്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് അത് അൽ ഹയ്യുൽ ഖയ്യൂമാണ് എന്നാണ്. അൽ ഹയ്യുൽ ഖയ്യൂമാണ് അള്ളാഹുവിന്റെ ഇസ്മുൽ ആഅ്ളം. അഥവാ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന, ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുന്നതായ ഇസ്മുൽ ആഅ്ളം അള്ളാഹുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞു. ആ ഇസ്മുൽ ആഅ്ളം ഏത്? പല ഹദീസുകളിലും വന്നിട്ടുള്ളത് ഇസ്മുൽ ആഅ്ളം അത് അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. ചിലതിലുള്ളത് അസ്മാ ബിൻത് യസീദിൽ നിന്നുള്ള ഹദീസിലാണ് തോന്നുന്നു. പിന്നെ ഇസ്മുൽ ആഅ്ളം സൂറത്തുൽ ബഖറയിൽ, ആലി ഇംറാനിൽ, താഹയിൽ. അത് ഈ ഇതിനുദ്ദേശിച്ചിട്ടാണ്, അൽ ഹയ്യുൽ ഖയ്യൂമിനെ ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ചില ഹദീസുകൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്മുൽ ആഅ്ളം അത് അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാലാണ്. അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാലാണ്. കാരണം എന്താ? ഇസ്മുൽ ആഅ്ളമിനെ കുറിച്ച് പറയുന്നതായ ഹദീസുകളിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്? അള്ളാഹു വന്നിട്ടുണ്ട്. അള്ളാഹു തന്നെ വന്നു. വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. എല്ലാ അള്ളാഹുവിന്റെ നാമങ്ങളും എന്താണ്? ഇസ്മുൽ ആഅ്ളമാണ്. ഒരു നാമം ഇസ്മുൽ ആഅ്ളമാണ്, മറ്റേത് ഇസ്മുൽ ആഅ്ളം അല്ല എന്ന് പറയാൻ പറ്റും. എല്ലാ നാമങ്ങളും എന്താണ്? ഇസ്മുൽ ആഅ്ളമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏതൊരു നാമം കൊണ്ട് തേടിയിട്ടുണ്ടെങ്കിലും അയാൾ ഇസ്മുൽ ആഅ്ളം കൊണ്ടാണ് തേടുന്നത് എന്ന് പറഞ്ഞ
പണ്ഡിതന്മാരുണ്ട്. ലൈലത്തുൽ ഖദറിനെ അള്ളാഹു എന്തിനാ മറച്ചിട്ട്? നമ്മുടെ ലൈലത്തുൽ ഖദറിന് ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല, പിന്നെ നമ്മളിന്ന് മറക്കുക ചെയ്തത് എന്തിന്? റമദാനിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ട് കൂടുതൽ പ്രതീക്ഷിച്ച് കഴിയുകയും ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന് വിചാരിച്ചിട്ട് മിക്ക രാവുകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തിൽ മുഴുകുകയും ചെയ്യാനാണ്. അതേപോലെ ഇസ്മുൽ ആമദിന് അള്ളാഹു മറച്ചത് എന്തിനാണ്? അള്ളാഹുവിന്റെ ഇന്ന നാമമായിരിക്കും ഇസ്മുൽ ആമദ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ എല്ലാ നാമങ്ങളും പഠിച്ച് അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹാ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എപ്പോഴാണ് ചെല്ലണ്ടേ? രാവിലെ വൈകുന്നേരം എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം നിത്യമായി ചെല്ലേണ്ട ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹാ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. സൂറത്തിൽ ഹശ്ർ എടുത്ത് തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.